ഒരു റോബോട്ട്, അതായത് ശരിക്കും കാണാനും തൊടാനും പറ്റുന്ന ഒരു റോബോട്ടിനെ അതിന് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക? എന്തിനാണെന്നല്ലേ? അതിനെ സിമുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനുമൊക്കെ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ലിങ്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു റോബോട്ടിന്റെ ഏറ്റവും ചെറിയ ഓരോ ഇൻഡിവിജ്വൽ ഭാഗങ്ങളെയാണ് നമ്മൾ ലിങ്ക് എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ലെഗോ കട്ടകൾ വെച്ച് കളിക്കാറില്ലേ? അതുപോലെ ഒരുപാട് ലിങ്കുകൾ ചേർത്ത് വെച്ചാണ് ഒരു റോബോട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലിങ്ക് എന്ന ആശയം നമുക്ക് കിട്ടി. പക്ഷേ ഇതെങ്ങനെ കോഡിൽ എഴുതും അല്ലേ? അതാണ് അടുത്ത ചോദ്യം. വാ, നമുക്ക് നമ്മുടെ ആദ്യത്തെ ലിങ്ക് എങ്ങനെ കോഡ് വെച്ചുണ്ടാക്കാം നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം തന്നെ ഈ റോബോട്ടിന്റെ ഒരു ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ് എങ്ങനെ ഇരിക്കുമെന്ന് നമ്മൾ കാണും. പിന്നെ നമ്മുടെ ആദ്യത്തെ ലിങ്ക് ഉണ്ടാക്കും. അതിന് ഒരു ഭംഗിയുള്ള രൂപമൊക്കെ കൊടുക്കും. അതിന്റെ ഷേപ്പ് ഡിഫൈൻ ചെയ്യും. പിന്നെ ഏറ്റവും അവസാനം എന്തുകൊണ്ടാണ് ഈ ബേസ് ലിങ്ക് എന്ന് പറയുന്ന സാധനം ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആവുന്നതെന്നും നമ്മൾ മനസ്സിലാക്കും. റെഡിയല്ലേ? ശരി, അപ്പം നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് കടക്കാം. റോബോട്ടിന്റെ ഡിജിറ്റൽ ബ്ലൂ പ്രിന്റ്. നമ്മൾ നേരെ കാര്യത്തിലേക്ക് കടക്കുകയാണ്. അതായത് നമ്മുടെ റോബോട്ടിന്റെ കോർ സ്ട്രക്ചർ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ദാ സ്ക്രീനിൽ നോക്കൂ. ഈ കോഡ് കണ്ടിട്ട് ആരും പേടിക്കണ്ട. ഇതെന്താ സംഭവം എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു URDF ഫയലാണ്. നമ്മുടെ റോബോട്ടിന്റെ ഒരൊറ്റ കട്ടയെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലിങ്കിനെ ഡിഫൈൻ ചെയ്യുന്ന കോഡ്. ഞാൻ ഉറപ്പു തരുന്നു, ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും ഇതിലെ ഓരോ ലൈനും എന്താണെന്ന് നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് മനസ്സിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ, ആദ്യത്തെ ലിങ്ക് ഉണ്ടാക്കുന്നു. ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നത് മുതൽ കോഡ് എഴുതുന്നത് വരെയുള്ള സ്റ്റെപ്പുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊരു URDF ഫയലും തുടങ്ങുന്നത് ഈ 3 സ്റ്റെപ്പുകളിലാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, urdf.symbol.urdf എന്നു പേരുള്ള ഒരു ഫയൽ ഉണ്ടാക്കുക. 2, ആ ഫയലിന്റെ ഏറ്റവും മുകളിൽ XML ഡിക്ലറേഷൻ കൊടുക്കുക. എന്തിനാണെന്നാൽ ഇതൊരു XML ഫയലാണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവാൻ വേണ്ടിയാണ്. മൂന്നാമതായി, നമ്മുടെ റോബോട്ടിന്റെ എല്ലാ കാര്യങ്ങളും എഴുതാനുള്ളൊരു കണ്ടെയ്നർ പോലെ റോബോട്ട് ടാഗുകൾ ചേർക്കുക. ഇത്രയുമാണ് ബേസിക് സെറ്റപ്പ്. ആദ്യത്തെ ആ ഒരു ലൈൻ കണ്ടില്ലേ, XML വേർഷൻ 1.0 എന്ന്? അത് ശരിക്കും കമ്പ്യൂട്ടറിനോടുള്ള ഒരു അറിയിപ്പാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഹലോ കമ്പ്യൂട്ടർ, ഇതൊരു XML ഫയലാണ്, വേർഷൻ 1.0 ആണ്, അപ്പോൾ അതനുസരിച്ച് വേണം ഇതിനെ വായിക്കാൻ എന്ന് പറയുന്ന പോലെ. ഇതുള്ളതുകൊണ്ടാണ് XML പാർസറിന് ഇതിന് ശരിയായി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അടുത്തത് റോബോട്ട് ടാഗ്. ഇതാണ് നമ്മുടെ മെയിൻ ആൾ, ഒരു വീട് പോലെ. റോബോട്ടിനെ പറ്റിയുള്ള എല്ലാം, അതിന്റെ എല്ലാ ലിങ്കുകളും ജോയിന്റുകളുമൊക്കെ വരുന്നത് ഈ ടാഗിന്റെ ഉള്ളിലായിരിക്കും. പിന്നെ ആ പേര് കണ്ടോ, നെയിം = URDF ബോട്ട് എന്ന്. അത് വെറുമൊരു പേരല്ല. ROSൽ, അതായത് റോബോട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ, നമ്മുടെ ഈ റോബോട്ട് മോഡലിനെ തിരിച്ചറിയാൻ ഈ പേര് സഹായിക്കും. അതുകൊണ്ട് ഒരു നല്ല പേര് കൊടുക്കുന്നത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ റോബോട്ടിന് ഒരു വീടായി. ഇനി ആ വീടിനുള്ളിൽ ആദ്യത്തെ സാധനം വെക്കാം അല്ലേ? അതാണ് നമ്മുടെ ആദ്യത്തെ ലിങ്ക്. ഈ റോബോട്ട് ടാഗിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ലിങ്ക് എന്നൊരു ടാഗ് കൊടുക്കുന്നു. അതിനൊരു പേരും കൊടുക്കുന്നുണ്ട്, base_link എന്ന്. ഈ പേര് ഓർത്തു വെച്ചോളൂ. ഇതിനൊരു പ്രത്യേക കാരണമുണ്ട്. അത് നമുക്ക് വഴിയേ മനസ്സിലാക്കാം. ശരി, അടുത്ത സെക്ഷനിലേക്ക് പോകാം. ലിങ്കിന്റെ രൂപം. നമ്മളൊരു ലിങ്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞു, പക്ഷെ അതിനെ കാണാൻ എങ്ങനെയിരിക്കും? അതിന് നിറമുണ്ടോ, രൂപമുണ്ടോ? ഇതൊന്നും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് വിഷ്വൽ എന്ന പേര്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇത് കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ടാഗ് വെച്ച് നമ്മൾ കൊടുക്കുന്ന രൂപവും നിറവും സൈസുമൊന്നും റോബോട്ടിന്റെ ഫിസിക്സിനെ ബാധിക്കില്ല. അതായത് അതിന്റെ ഭാരമോ അതെങ്ങനെ ചലിക്കുമെന്നോ ഒന്നും ഇതിനെ ആശ്രയിച്ചിരിക്കില്ല. സിമുലേഷനിൽ അതിനെ കാണാൻ എങ്ങനെ ഇരിക്കണം എന്ന് മാത്രമേ ഈ ടാഗ് തീരുമാനിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിഷ്വൽ ടാഗ് തുടങ്ങി. ഇനി അടുത്ത ഘട്ടം അതിന്റെ ജ്യാമിതി അഥവാ ജിയോമെട്രി ഡിഫൈൻ ചെയ്യുക എന്നതാണ്. അതായത് നമ്മുടെ ലിങ്കിനൊരു യഥാർത്ഥ ഷേപ്പും സൈസും കൊടുക്കാൻ പോവാണ്. ഓർക്കുന്നില്ലേ, നമ്മൾ വിഷ്വൽ ടാഗ് തുടങ്ങി വെച്ചിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ജിയോമെട്രി ടാഗ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശരിക്കും തീരുമാനിക്കുന്നത് നമ്മുടെ ലിങ്കിൻ്റെ ഷേപ്പ് എന്തായിരിക്കണമെന്ന്. അതൊരു പെട്ടി പോലെയാണോ, അതോ ഒരു സിലിണ്ടറാണോ, അതോ ഒരു പന്ത് പോലെയാണോ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഈ ടാഗിൻ്റെ ഉള്ളിലാണ്. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. സിമ്പിൾ ഷേപ്പുകൾ മതിയെങ്കിൽ ബോക്സ്, സിലിണ്ടർ അല്ലെങ്കിൽ സ്ഫിയറൊക്കെ ഉപയോഗിക്കാം. പക്ഷെ കുറച്ചുകൂടി കോംപ്ലക്സ് ആയ ഡിസൈനാണ് വേണ്ടതെങ്കിലോ, അപ്പോൾ നമുക്ക് CAD സോഫ്റ്റ്വെയറിലൊക്കെ ഉണ്ടാക്കിയ 3D മോഡലുകളായ STL, DAE ഫയലുകളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ കാര്യങ്ങൾ സിമ്പിളാക്കാൻ വേണ്ടി നമ്മളിന്നൊരു ബോക്സാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ബോക്സാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു.
ഇനി അതിന്റെ സൈസ് എങ്ങനെ കൊടുക്കും? അതിനാണ് സൈസ് എന്ന ആട്രിബ്യൂട്ട്. കോഡിൽ സൈസ് = 0.1, 0.1, 0.1 എന്ന് കണ്ടില്ലേ? ആ 3 നമ്പറുകൾ യഥാക്രമം അതിന്റെ നീളം, വീതി, ഉയരം എന്നിവയാണ്. അതായത് എക്സ് ആക്സിസിൽ 0.1, വൈ ആക്സിസിൽ 0.1, സെഡ് ആക്സിസിൽ 0.1. വളരെ സിമ്പിൾ. ഇനി നമ്മൾ എത്തുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്കാണ്. നമ്മളുണ്ടാക്കിയ ആ ചെറിയൊരു കട്ട, ആ ബേസ് ലിങ്ക്, അതിനെന്തിനാണ് ഇത്ര പ്രാധാന്യമെന്ന് നോക്കാം. ദാ ഒന്നുകൂടി നോക്കൂ. ഈ കോഡ് വെച്ച് നമ്മൾ ബേസ് ലിങ്ക് എന്ന് പേരുള്ള ഒരൊറ്റ ലിങ്ക് ഉണ്ടാക്കി. ഒരു ഫുൾ URDF ഫയൽ തന്നെ തയ്യാറായി. പക്ഷെ വീണ്ടും അതേ ചോദ്യം, വെറുമൊരു ക്യൂബല്ലേ ഇത്? ഇതിനെന്തിനാണ് ഇത്ര ഇമ്പോർട്ടൻസ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു വാചകത്തിലുണ്ട്. ആർവൈസ്, ഗാസിബോ, TF ട്രീ എല്ലാം തുടങ്ങുന്നത് ബേസ് ലിങ്കിൽ നിന്നാണ്. ഈ ആർവൈസ്, ഗാസിബോ എന്നൊക്കെ പറയുന്നത് റോബോട്ടിക്സിൽ നമ്മൾ സിമുലേഷനും വിഷ്വലൈസേഷനും ഒക്കെ ഉപയോഗിക്കുന്ന ടൂൾസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ലോകത്ത് നമ്മുടെ റോബോട്ടിന്റെ തുടക്കം, അതിന്റെ ഒറിജിൻ പോയിന്റ്, അത് ഈ ബേസ് ലിങ്കാണ്. അതായത് ഇതാണ് കീ പോയിന്റ്. ബേസ് ലിങ്ക് വെറുമൊരു ഭാഗമല്ല, അതൊരു ആങ്കറാണ്. നമ്മുടെ റോബോട്ടിന്റെ അടിത്തറ, ഒരു വീടിന് ഫൗണ്ടേഷൻ പോലെ. റോബോട്ടിന്റെ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും എവിടെയാണ്, എങ്ങനെയാണ് ചലിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണക്കുകൂട്ടുന്നത് ഈ ബേസ് ലിങ്കിനെ റെഫറൻസ് പോയിന്റായി വെച്ചിട്ടാണ്. ഇത് റോബോട്ടിക് ലോകത്തെ നമ്മുടെ റോബോട്ടിന്റെ 0 എന്ന പോയിന്റാണ്. അപ്പോൾ നമ്മളൊരു കട്ട ഉണ്ടാക്കാൻ പഠിച്ചു. വളരെ നല്ല കാര്യം. പക്ഷേ ഒരു റോബോട്ടിന് ഒരു കട്ട മാത്രം മതിയോ? പോരല്ലോ. ഇതിലേക്ക് അടുത്തൊരു കട്ട എങ്ങനെ കണക്ട് ചെയ്യും? അതിനെങ്ങനെ ചലിപ്പിക്കും? ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് റോബോട്ടിക്സിലെ അടുത്ത പ്രധാനപ്പെട്ട വിഷയം, ജോയിന്റുകൾ. അതിനെപ്പറ്റി